ആൾക്കാർ അത് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്യാമറ കണ്ണുകളിൽ പെട്ടതാണ് നമ്മുടെ പുതിയ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഉഗ്രൻ പ്ലാൻ. അതായത് ഒരു 650 എഞ്ചിൻ വെച്ച് ഒരു ക്രൂസർ ബൈക്ക്. നമ്മളൊന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് ഇനി വരാൻ പോകുന്ന 650 ക്രൂസർ ബൈക്കിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് സെറ്റപ്പാണ്. മീറ്ററിലായിരിക്കും. അതിലൊന്ന് ഞാൻ പറഞ്ഞല്ലോ, TFT ഡിസ്പ്ലേ വരും. അതേപോലെ തന്നെ സീറ്റിൽ മാറ്റമുണ്ട്. ദിസ് ഈസ് റേഞ്ച്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡ് പുതിയൊരു ക്രൂസർ ബൈക്ക് ഇറക്കുന്നുണ്ട്, ഒരു 650cc എഞ്ചിനുമായിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കുറേ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനീ പറയാൻ പോകുന്ന റോയൽ എൻഫീൽഡിൻ്റെ 650 ക്രൂസർ ബൈക്കിൻ്റെ കാര്യം ഒരു രീതിയിലും ഒരു റൂമറോ ഗോസിപ്പോ ഒന്നുമല്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബൈക്ക് ഇറങ്ങുന്ന വിവരം റോയൽ എൻഫീൽഡ് ഇതുവരെ വെളിവിട്ടിട്ടില്ല. ഈ ഒരു ബൈക്കിൻ്റെ പേരും വെളിവിട്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഞാനിതിനെ ക്രൂസർ ബൈക്ക് എന്ന് വിളിക്കുന്നത് കാരണം ഒന്നുമല്ല, അതിൻ്റെ ഒറ്റ നോട്ടത്തിലുള്ള ആ രൂപസാദൃശ്യങ്ങൾ കൊണ്ട് തന്നെയാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു കമ്പനി ഒരു വണ്ടി മാർക്കറ്റിൽ ഇറക്കണതിന് മുന്നേ ആ വണ്ടി പല രീതിയിലും ടെസ്റ്റ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ആ വണ്ടി റോഡിലും ടെസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെ വണ്ടികൾ റോഡിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ കുറേ ആൾക്കാർ അത് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്യാമറ കണ്ണുകളിൽ പെട്ടതാണ് നമ്മുടെ പുതിയ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഉഗ്രൻ പ്ലാൻ. അതായത് ഒരു 650 എഞ്ചിൻ വെച്ച് ഒരു ക്രൂസർ ബൈക്ക്. ആ 650cc ശരിക്കും നമ്മുടെ ഇന്നത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻ്റർസെപ്റ്റർ 650യും അതേപോലെ കോണ്ടിനെൻ്റൽ GT 650 ആയിട്ടുള്ള 650 ട്വിൻസിൻ്റെ സെയിം എഞ്ചിൻ വെച്ചിട്ടായിരിക്കും ഈ 650 ക്രൂസർ ബൈക്കും വരാൻ പോകുന്നത്. കോണ്ടിനെൻ്റൽ GTയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അതായത് ഇനി വരുന്ന കോണ്ടിനെൻ്റൽ GT 2021 കോണ്ടിനെൻ്റൽ GTക്ക് കാര്യമായിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഐ ബട്ടണിലും കൊടുക്കാം. ഒന്ന് പോയി കണ്ടേക്കുക. നിങ്ങൾ വല്ല കോണ്ടിനെൻ്റൽ GT എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് ആ വീഡിയോ കാണുന്നത് എപ്പോഴും നന്നായിരിക്കും. എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഇനി വരുന്ന നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ക്രൂസർ 650cc ബൈക്ക് കംപ്ലീറ്റ്ലി ഈ ഇൻ്റർസെപ്റ്ററിൻ്റെയും കോണ്ടിനെൻ്റൽ GTയുടെയും സെയിം എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ പവർ ഫിഗേഴ്സിലൊന്നും കാര്യമായിട്ട് ഒരു രീതിയിലും മാറ്റം ഉണ്ടാവില്ല. അഥവാ വല്ല മാറ്റം ഉണ്ടെങ്കിൽ തന്നെ ആ BSP ഒന്ന് കുറച്ച് ടോർക്ക് കുറച്ചുകൂടെ കൂടുതലാവാനാണ് സാധ്യത. എങ്കിലും അത് കൂട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആ 650cc അതായത് നമ്മുടെ ഇൻ്റർസെപ്റ്ററിലും കോണ്ടിനെൻ്റൽ GTയിലും കാണുന്ന ആ എഞ്ചിന് നല്ല രീതിക്കുള്ള ടോർക്ക് ഉണ്ട്. ഞാൻ പേഴ്സണലി ഓടിച്ചൊരു ഇതിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അതിൽ ടോർക്കിൻ്റേതായിട്ടുള്ളൊരു ഇൻപുട്ട് ഇനി ആവശ്യമില്ല. മാക്സിമം ടോർക്ക് ഇപ്പോൾ തന്നെ ആ എഞ്ചിനുണ്ട്. അപ്പോൾ ഇനി കാര്യമായിട്ട് മാറ്റം വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നതാണ്, അതായത് നമ്മുടെ 650 കോണ്ടിനെൻ്റൽ GTയിൽ 2021 റോയൽ എൻഫീൽഡ് ഒരു അപ്ഡേറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൽ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മിറ്റോർ 350യിൽ കണ്ട ഒരു ചെറിയൊരു TFT ഡിസ്പ്ലേ, നാവിഗേഷനും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും എല്ലാം ഉള്ളത്, ആ ഒരു ഡിസ്പ്ലേ ഈ 650cc കൊണ്ടുവരാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു ലുക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ക്രൂസർ ബൈക്കിൻ്റെ ടച്ച് ഉണ്ട്. അതായത് നമ്മൾ ഒരു ഹാർലി ട്രയാംഫ് വണ്ടികളിൽ കണ്ട അതേ ഒരു രീതിക്കാണ് ഇനി വരാൻ പോകുന്ന ആ ക്രൂസർ 650cc റോയൽ എൻഫീൽഡിൻ്റെ വരാൻ പോകുന്നത്. മാത്രമല്ല, അവർ ഇതുവരെ ഉണ്ടാക്കിയിരുന്ന ആ ബുള്ളറ്റ് സീരീസിലുള്ള ക്രൂസർ ബൈക്ക് പോലെ യാതൊരു ബന്ധവുമില്ല. അതായത് നമ്മൾ ക്ലാസിക് 350യോ സ്റ്റാൻഡേർഡ് 350യോ പോലെ യാതൊരു ബന്ധമില്ലാത്ത രീതിക്കാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. കുറച്ചുകൂടെ വൃത്തിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലോവർ സെറ്റ് ആയിട്ടുള്ള സീറ്റ് ഹൈറ്റ്, ഫോർവേഡ് സെറ്റ് ആയിട്ടുള്ള ഫുഡ് പെക്സ്, കുറച്ചുകൂടെ സ്ലാൻഡ് ചെയ്തിട്ടുള്ള ഹാൻഡിൽ ബാർ, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു കംപ്ലീറ്റ് ക്രൂസർ ബൈക്കാണ്. അതെന്തായാലും ഇനി വരാൻ പോകുന്ന 650cc ക്രൂസർ ബൈക്കിൽ ഉറപ്പായിട്ടുണ്ട്. ഈ വണ്ടിയിൽ മെയിനായിട്ട് മാറ്റം വരാൻ പോകുന്നത് മീറ്ററിലായിരിക്കും. അതിലൊന്ന് ഞാൻ പറഞ്ഞല്ലോ, TFT ഡിസ്പ്ലേ വരും. അതേപോലെ തന്നെ സീറ്റിൽ മാറ്റമുണ്ട്. ലോവർ സെറ്റ് സീറ്റാണ്. കുഷ്യൻ്റെ കാര്യം കുറച്ചുകൂടെ വ്യത്യാസം വരും. അതായത് കുറച്ചുകൂടെ കുഷ്യൻ ഉണ്ടായിരിക്കും മറ്റുള്ള 650 ട്വിൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതായത് നമ്മുടെ ഇൻ്റർസെപ്റ്റർ കോണ്ടിനെൻ്റൽ GTയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സീറ്റ് കുറച്ചുകൂടെ സോഫ്റ്റർ സെറ്റ് ആയിരിക്കും. കുറച്ചുകൂടെ ടൂറിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സീറ്റുകളായിരിക്കും. സസ്പെൻഷനും കുറച്ചുകൂടെ സോഫ്റ്റ് ആവാനാണ് സാധ്യത. പൊതുവെ കോണ്ടിനെൻ്റൽ GTക്കാണ് കുറച്ചുകൂടെ ഒന്ന് മിഡ് സെറ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ കണ്ടുവന്നിട്ടുള്ളത്. ഇൻ്റർസെപ്റ്ററിന് ഇപ്പോഴും സോഫ്റ്റ് തന്നെയാണ്. എന്തെങ്കിലും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും ഈ വരുന്ന ക്രൂസർ 650cc റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കിന്. അതേപോലെ തന്നെ ചാസിക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും. കാരണം ഇതൊരു ടൂറിംഗ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ആ കംപ്ലീറ്റ് റൈഡിങ് എർഗണോമിക്സ് മാറി. അപ്പോൾ ചാസിക്കും കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം വരുന്നുണ്ട്. നമ്മളൊന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് ഇനി വരാൻ പോകുന്ന 650 ക്രൂസർ ബൈക്കിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് സെറ്റപ്പാണ്. അത് ഹാലോജൻ സെറ്റപ്പാണ്. നമുക്ക് ഫോട്ടോയിലെല്ലാം കാണാൻ പറ്റുന്നത് അതൊരു ഹാലോജൻ യൂണിറ്റാണ്. നമ്മുടെ ഇൻ്റർസെപ്റ്ററിലും കോണ്ടിനെൻ്റൽ GTയിലും കണ്ട സെയിം സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു 650 ക്രൂസർ ബൈക്കിലും വരാൻ പോകുന്നത്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല,
റോയൽ എൻഫീൽഡിൻ്റെ ബൈക്സ് എല്ലാം പൊതുവെ റെട്രോ സ്റ്റൈൽ കീപ്പ് ചെയ്യുന്ന ബൈക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഹാലോജൻ യൂണിറ്റ് എപ്പോഴും റെട്രോ സ്റ്റൈൽ ഒന്നുകൂടെ സിഗ്നിഫൈ ചെയ്യും. അതുകൊണ്ട് അവർ ആ ലൈറ്റ് വെക്കാനാണ് ചാൻസ് കൂടുതൽ. നമ്മളിപ്പോൾ കാണുന്ന ഫോട്ടോസിലും ആ ലൈറ്റ് തന്നെയാണ്. LED യൂണിറ്റ് വെക്കുകയാണെങ്കിൽ ഹാലോജനേക്കാളും ഒരുപാട് പ്രൈസ് കൂടുതലായിരിക്കും. അത് ഒരിക്കലും ഒരു കമ്പനിയും ക്ഷമിക്കില്ല. അത് സെയിൽസിനെ കാര്യമായിട്ട് ബാധിക്കും. മറ്റ് 2 ട്വിൻസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഇന്റർസെപ്റ്ററും കോണ്ടിനെന്റൽ GTയും ഈ ഒരു ക്രൂസർ ബൈക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രൈസ് കുറയാൻ പാടില്ല. അതുകൊണ്ട് അവർ ഈ ഒരു സെറ്റപ്പ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഫോട്ടോസിൽ നമ്മൾ കാണുന്നത്. ഈ ഒരു ഹാലോജന്റെ കാര്യം ഹെഡ്ലൈറ്റിൽ മാത്രമല്ല, ഇൻഡിക്കേറ്റേഴ്സ്, ടെയിൽ ലൈറ്റ് എല്ലാം ഹാലോജൻ തന്നെയാണ് വരാൻ പോകുന്നത്. അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി അത് തന്നെ തുടരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിപ്പോൾ കാണുന്നതും അതൊക്കെ തന്നെയാണല്ലോ. ഈ റോയൽ എൻഫീൽഡിൻ്റെ ക്രൂസർ ബൈക്കിൻ്റെ പേര് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. ഈ ബൈക്ക് വരാനുള്ള സാധ്യത എന്തായാലും ഈ 2021 ലാസ്റ്റ് ആകുമ്പോഴേക്കും വരും. എന്തായാലും നമ്മുടെ കോണ്ടിനെന്റൽ GT 2021 മോഡൽ വരുന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഈ 650 ക്രൂസർ ബൈക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരിക. എന്തായാലും നല്ല അടിപൊളി ഒരു ക്രൂസർ ബൈക്കാണ്. റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാറ്റസ് നല്ല രീതിക്ക് ഇൻക്രീസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ക്രൂസർ, അതായത് ടൂറിംഗ് ഒന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും നല്ല രീതിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ബൈക്കാണ് എല്ലാ രീതിയിലും. ഈ ഒരു എർഗണോമിക്സ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ക്രൂസറിലാണ് ഓക്കെയാണ്. അതേപോലെ തന്നെ പവർ ഡെലിവറിയും നമ്മുടെ ഈ 650cc കണ്ട അതേ പവർ ഡെലിവറി ആയിരിക്കും. അതുകൊണ്ട് പവറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മോർ ദാൻ ഇനഫ് ആയിട്ടുള്ള പവർ എന്തായാലും ഈ ബൈക്ക് നമുക്ക് തരും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് തരിക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മടിക്കാതെ തന്നെ ഡിസ്ലൈക്കും ചെയ്യാം. വേറെ നല്ല അടിപൊളി വീഡിയോസായിട്ട് പിന്നെയും കാണാം. അതിനു മുമ്പ് നിങ്ങൾക്ക് വല്ല സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ബൈ.